നമസ്കാരം. കേന്ദ്ര സർക്കാരിനെ ദിനംപ്രതി കരിവാരിത്തേക്കാൻ നോക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ സഹായം ലഭിച്ചിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലായിരുന്നു കേരളം. ഇതിനിടെയാണ് സർക്കാർ ധൂർത്തുകളുമായി മുന്നോട്ടു പോയത്. ഇതിനിടെ പിണറായി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ ഒരു അവസരം കൂടി ലഭിച്ചു. കടമെടുക്കൽ പരിധിയിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി ഇളവ് ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കടമെടുത്ത് ഒരു സംസ്ഥാനത്തെ മുടിച്ച മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരിക്കും. കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും ചേർന്നെടുത്ത 3140 കോടി രൂപയുടെ വായ്പ ഇത്തവണ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രം സമ്മതിച്ചു. ഇതോടെ സംസ്ഥാനത്തിന് കൂടുതൽ തുക കടമെടുക്കാൻ സാധിക്കും. കേന്ദ്ര തീരുമാനത്തിന് പിന്നാലെ 2000 കോടി രൂപ കടമെടുക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമുള്ള കടപ്പത്രം പുറപ്പെടുവിക്കുമെന്നും ഇതിനുള്ള ലേലം 19-ന് നടക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചു. ഈ വർഷം കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും എടുത്തിട്ടുള്ള 3140 കോടി രൂപയുടെ വായ്പ കേരളത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ നേരത്തെ കേന്ദ്രം തീരുമാനിച്ചിരുന്നു. ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. അതേസമയം കേരളം ഗുരുതരമായ സാമ്പത്തിക വിഷമത്തിലെന്ന് തുറന്നു സമ്മതിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വരികയുണ്ടായി. ധവളപത്രത്തിന് സമാനമായ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. കുറവിലങ്ങാട് നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. കേന്ദ്രം വായ്പാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ 2016-17 മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് വായ്പാ സമാഹരണത്തിൽ 1.07 ലക്ഷം കോടി നഷ്ടപ്പെട്ടു. കടമെടുപ്പ് പരിധി നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് തനതായ അധികാരമുണ്ട്. കടമെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും അധികാരമുണ്ട്. അടിയന്തരമായി കേരളത്തിന് 26,226 കോടി രൂപ ആവശ്യമുണ്ട്. കേന്ദ്ര നടപടികൾ മൂലം 2020-21 സാമ്പത്തിക വർഷം 9,614.30 കോടിയും 2021-22 മുതൽ 6,281.04 കോടിയും കേരളത്തിന് നഷ്ടമായി. അടുത്ത 5 വർഷം കൊണ്ട് ഇത് 2 മുതൽ 3 ലക്ഷം കോടി രൂപ വരെയാകും. 2003 കേരള ഫിക്സഡ് റെസ്പോൺസിബിലിറ്റി ആക്ട് വഴിയായി DGPയുടെ 3.5% സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി. സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല. നികുതിയാൽ വരുമാനം വർദ്ധിപ്പിച്ചും ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിലേറെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് ഇത്രത്തോളം കടക്കെണിയിൽ തള്ളിവിട്ടത് പിണറായി വിജയന്റെ ധൂർത്ത് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ സംസ്ഥാന സർക്കാരിനെ ആവശ്യത്തിനൊത്ത് സഹായിച്ച കേന്ദ്ര സർക്കാരിനെയാണ് സംസ്ഥാന സർക്കാർ എന്നും പഴിചാരുന്നത്. വീണ്ടും ഇളവ് ലഭിച്ചതോടെ വീണ്ടും കടമെടുത്ത് ധൂർത്ത് നടത്താനാണ് പിണറായി സർക്കാരിന്റെ ഉദ്ദേശമെന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.